ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന്റെ വോട്ടർമാർക്ക് വോട്ടഭ്യർത്ഥിക്കാനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണക്കാരായി ഏറ്റവും നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായി കൃത്യമായി അത് നടപ്പാക്കേണ്ട ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു ജനകീയ ഗവൺമെന്റാണ് ഈ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നുള്ളത്. നമ്മുടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഈ പഞ്ചായത്തിന്റെ ഈ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലായിടത്തും അറിയുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. കാരണം ഈ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ EMSന്റെ നാടാണ് ഈ ഏലംകുളം ഗ്രാമപഞ്ചായത്ത്. ആ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ കൃത്യമായി നടന്ന കഴിഞ്ഞ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഗ്രാമപഞ്ചായത്ത് വളരെ കൃത്യമായി തന്നെ അവരെ അപ്പോസ്തലന്മാർ അവർ ഭരിച്ച ഒരു ഗ്രാമപഞ്ചായത്ത്, ആ ഭരണം UDF തിരിച്ചു പിടിച്ചപ്പോൾ ഒരു ജനപ്രവർത്തകയായ ഒരു സാധാരണക്കാരിയായ ഒരു വാർഡ് മെമ്പറെ ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത് അവരെ തങ്ങളുടെ വശത്തേക്കാക്കി ഈ ഭരണസമിതിയെ താഴെ ഇറക്കിയ ഒരു ഇടതുപക്ഷ സഹയാത്രികളായ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് അധികാരം ലഭിക്കാൻ എന്ത് തരംതാണ രീതിയും കളിച്ചുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ നടത്തിയ തരംതാണ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയത്. നമുക്കത് ഉദാഹരണമായി തന്നെ പറയാം. ഈ കേരളത്തിൽ EMSന്റെ നാടിൽ ഇതുപോലുള്ള ഈ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുമ്പോൾ EMSന്റെ നാട്ടിൽ പോലും കുതിരക്കച്ചവടം നടത്തേണ്ട ദുരവസ്ഥയിലേക്ക് ഈ ഗ്രാമപഞ്ചായത്തില് വികസന വിപ്ലവങ്ങൾ രചിച്ച് പ്രിയങ്കരനായ സുകുമാരൻ പ്രസിഡന്റായിരിക്കുന്ന UDF സംവിധാനത്തിൽ കൃത്യമായ വികസന വിപ്ലവങ്ങൾ രചിച്ച ഒരു മുന്നണിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഭരിക്കുന്ന മുന്നണിയെ UDF സംവിധാനത്തിൽ വീണ്ടും തിരിച്ചു പിടിച്ചുകൊണ്ട് ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണചക്രം UDF സംവിധാനത്തിൽ തിരിച്ചേൽപ്പിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇതിലേക്ക് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് പ്രവർത്തിച്ച പ്രിയങ്കരനായ നാലക്കത്ത് ഷൗക്കത്ത് സാഹിബൊക്കെ കൃത്യമായി തന്നെ ഈ ഗ്രാമപഞ്ചായത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ കൃത്യമായി ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ നാലക്കത്ത് ഷൗക്കത്ത് സാഹിബ് കൃത്യമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ തുടർച്ചയെന്നോണം ബ്ലോക്ക് പഞ്ചായത്തിലേക്കും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയങ്കരിയായ സാജിദ ടീച്ചർ കൃത്യമായി തന്നെ അവരെ അഡ്രസ് ചെയ്യുന്നതിന് നമുക്കറിയാം. കൃത്യമായി ഭരണ തുടർച്ച എന്നാണ് പറയുന്നത്. ഈ നിലവിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അഷ്റഫ് സാഹിബ് അദ്ദേഹം നടത്തിയ 5 വർഷത്തെ വികസന തുടർച്ചയാണ് പ്രിയപ്പെട്ട സാജിദ ടീച്ചർ. വികസന തുടർച്ചയ്ക്കാണ് സാജിദ ടീച്ചർ നിങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നത്. നമുക്കറിയാം ഈ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യമായ ആരോഗ്യ രംഗത്ത് പെരിന്തൽമണ്ണ താലൂക്ക് ഹോസ്പിറ്റലിനെ ജില്ലാ ഹോസ്പിറ്റലായി ഉയർത്താൻ ഈ നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ നടത്തിയിട്ടുള്ള നിസ്സീമമായ പ്രവർത്തനം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. താലൂക്ക് ഹോസ്പിറ്റലിനെ ജില്ലാ ഹോസ്പിറ്റലായി അപ്ഗ്രേഡ് ചെയ്ത് വളരെ കൃത്യമായി തന്നെ 30ഓളം ഡോക്ടർമാരെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങളും മറ്റ് അനുബന്ധ സംഗതികളൊക്കെ ഒരുക്കി ജില്ലാ പഞ്ചായത്ത് കൃത്യമായി തന്നെ ഒരു വലിയൊരു മുന്നേറ്റം തന്നെ പെരിന്തൽമണ്ണ ആരോഗ്യ രംഗത്ത് നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കണം, വെറും 10 രൂപ ടോക്കൺ എടുത്തുകൊണ്ട് ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു ഓപ്പറേഷൻ മറ്റ് ജില്ലാ ഹോസ്പിറ്റൽ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടക്കേണ്ട വിഷയങ്ങൾ കൃത്യമായി തന്നെ വെറും 10 രൂപക്ക് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് പെരിന്തൽമണ്ണയുടെ ഹോസ്പിറ്റാലിറ്റിയെ അതിന്റെ ഒരു നിലയിൽ സാധാരണക്കാർക്ക് അത്താണിയായി ജില്ലാ ഹോസ്പിറ്റലിനെ മാറ്റിയെടുക്കുന്നതിൽ ജില്ലാ ഭരണസമിതി നടത്തിയിട്ടുള്ള കൃത്യമായ സുസമ്മതമായ പ്രവർത്തനം ബഹുമാനിയായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് MK റഫീഖയുടെ നേതൃത്വത്തിൽ കൃത്യമായി ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ
മനോഹരമായ ഒരു ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുക്കുകയും കൃത്യമായി തന്നെ ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജായി ഉയർത്താൻ 18 കോടിയോളം രൂപ ചെലവഴിച്ച് മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജായി ഉയർത്താൻ ഈ ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള നിസ്സീമമായ പ്രവർത്തനം, അങ്ങനെ എല്ലാം കൊണ്ടും കൃത്യമായി ഒരു UDF സംവിധാനത്തിൽ കൃത്യമായ ഒരു നിസ്സീമമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുകയാണ്. ഈ 9 വർഷമായി നടത്തുന്ന ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു സർക്കാർ നമുക്കറിയാം മാസങ്ങളോളമായി മാസത്തിലൊരിക്കൽ ഒരു ആണ്ട് വരുന്നത് പോലെ മാസത്തിലൊരിക്കൽ സംഭവം പോലെയാണ് വൈദ്യുതി ചാർജ് വർധന, അതുപോലെ തന്നെ വെള്ളക്കരം വർധന, പെട്രോൾ ഡീസൽ വില വർധന, എല്ലാം കൊണ്ടും ദുരിതം അനുഭവിക്കുന്ന ഒരു സർക്കാരാണ് 9 വർഷമായി നീണ്ട 9 വർഷമായി ഇവിടെ ഭരണം ചക്രം തിരിക്കുന്നത്. സാധാരണക്കാരുടെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളുടെ ഒരു അപ്പോസ്റ്റലന്മാരെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലേറി പാവങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി 2500 രൂപ നിങ്ങൾക്ക് പെൻഷൻ നൽകുമെന്നൊക്കെ പറഞ്ഞ് ഭരണത്തിലേറിയ പിണറായി സർക്കാർ അത് വളരെ പരാജയമാണ്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊതുഗതാഗത സംവിധാനം, റോഡുകളുടെ ദയനീയാവസ്ഥ, റോഡുകളൊക്കെ ചെലവഴിച്ച് അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ കോൺട്രാക്ട് നൽകി അതൊക്കെ അഴിമതിയുടെ കൂത്തരങ്ങായി കേരള ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. എല്ലാ രംഗത്തും അഴിമതിയുടെ കൂത്തരങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തമായി ഒരു പ്രതിരോധിക്കാൻ കഴിയുന്ന നിങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു വോട്ടാണ് നമുക്ക് 11-ാം തീയതി വരാൻ പോകുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നമുക്കൊക്കെ അറിയാം UDF സംവിധാനത്തിൽ ഭരണം നടത്തുമ്പോൾ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ബഹുമാന്യനായ ഡോക്ടർ MK മുനീർ സാഹിബ് പഞ്ചായത്ത് തല മന്ത്രിയും ഒക്കെ ആയ കാലഘട്ടത്തിൽ നീണ്ട 5 വർഷക്കാലം ഈ സാധാരണ ജനങ്ങൾക്ക് ഇവിടെ എത്രത്തോളം ഉണ്ടായിരുന്ന പെട്രോൾ ഡീസൽ വില വർധന, അതുപോലെ തന്നെ മറ്റ് വൈദ്യുതി ചാർജും ഒന്നും കൂട്ടാതെ വളരെ നല്ല രീതിയിൽ ഭരണം നടത്തിയ ഒരു സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇവിടെ നീണ്ട 5 വർഷക്കാലമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ ഇവർ 2000 രൂപ പെൻഷനാക്കി എന്നത് വലിയ വീമ്പിട്ട് പറയുമ്പോൾ KCB-യിലും മറ്റും ഒക്കെ വലിയ ചാർജുകളും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മുന്നേറ്റം നടത്തി വെറും 1000 രൂപയ്ക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ഇന്ന് 5000 രൂപയ്ക്ക് ലഭിക്കുന്ന ദുരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും പ്രിയങ്കരിയായ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ